ആരാടി നീ? എന്ത് ഭ്രാന്താടി കാട്ടിയെ? അതാരാന്നാ നീ വിചാരിച്ചേ? എന്റെ ഏട്ടനാ. ഏട്ടനോ? ആരായാലും അവനെ ഞാൻ കൊല്ലും. നിന്റെ കുടുംബക്കാര് മുഴുവൻ വിചാരിച്ചാലും നടക്കില്ല. അതിന് മാത്രം എന്ത് തെറ്റാടി എന്റെ ഏട്ടൻ നിന്നോട് ചെയ്തത്? എന്താ നിനക്ക് പിടിച്ചോ? എടി കല്ലു, എന്താടി ഇവിടെ ഉണ്ടായേ? യശ്മ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാടി എന്റെ ഏട്ടന് നേരെ നീ ചാടിയത്? എന്റെ ജീവിതം തകർത്തവരിലെ ഒരാൾ അയാളാണ്. നിന്റെ ജീവിതം തകർക്കേ എന്റെ ഏട്ടനോ? തോന്നിയാസം പറഞ്ഞ ചവിട്ടി ഞാൻ. നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെ നെല്ലിയാമ്പതി കാട്ടിലെത്തിയെന്ന്? പറയാം, കേട്ടോളൂ. കഴിഞ്ഞ 10-ാം തീയതി ട്രിവാൻഡ്രം മെയിലിന് മദ്രാസിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞാൻ. ഏത് നിമിഷവും ഒമേഗ ട്രാവൽസുകാര് എന്നെ പിടികൂടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. ട്രെയിനിൽ ഞാൻ ഉറങ്ങിയില്ല. പാലക്കാട്ട് എത്തിയപ്പോൾ വെളുപ്പിന് 3:30 മണി. എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ആരോ 2 പേർ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു. വണ്ടി വിടുമ്പോ അവരെന്റെ കമ്പാർട്ട്മെന്റിൽ കയറുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബാഗ് എടുത്ത് റെയിൽപാളത്തിൽ ഇറങ്ങി ഓടി. Stop, stop. Please stop. Please, please. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? പാവം, കൊണ്ടുപോകല്ലേ? ആ, നിന്റെ ഇഷ്ടം. കേറിക്കോളൂ. ട്രിവാൻഡ്രം മെയിലിന് വന്ന് ഇറങ്ങിയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? വെറുതെ ഊഹിച്ചുന്നേ. എങ്ങടാ പോണേ? തൃശ്ശൂർക്ക്. പിന്നെന്താ ഇവിടെ ഇറങ്ങിയേ? പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. എന്താ പേര്? ലക്ഷ്മി. അതൊരു അഡ്ജസ്റ്റ്മെന്റ് പേരാന്ന് തോന്നുന്നു. സാരില്ല, വിളിക്കാൻ ഒരു പേര് വേണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ലക്ഷ്മി ധാരാളം. കാഴ്ചയ്ക്കും ലക്ഷ്മി തന്നെ അല്ലേ? ഈ നേരത്തിന് ഇപ്പൊ തൃശ്ശൂർക്ക് ബസ് കിട്ടുമോ? എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. അതൊരു മര്യാദകേടല്ലേ? ഞങ്ങളുടെ വീടും പാലക്കാട് തന്നെയാ. നേരം വിളിച്ചാകുമ്പോ കുളിച്ച് ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ച് ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിടാം. എന്താ ചേച്ചി? അയ്യോ, അത് വേണ്ട. അത് മതി. ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, ഞാനില്ലേ കൂടെ. പിന്നെന്താ? നല്ല ചന്തം. എന്തിനാ പേടിക്കണേ? ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലല്ലേ? നേരം എന്തായിന്നാ കരുതിയേ? 10 മണിയായി. നിങ്ങൾ എന്റെ മുറിയിൽ നിന്ന് പുറത്തു പോണം. ഇത് ലക്ഷ്മിയുടെ മുറിയല്ലല്ലോ, എന്റെ ബംഗ്ലാവല്ലേ. എന്റെ ബംഗ്ലാവിൽ വന്നിട്ട് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം കാട്ടാണ്ട് പോണത് ശരിയാണോ? ഇത് ചതിയാണ്. ഞാൻ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കും. ഇവിടെ മയക്ക് കെട്ടി ബഹളം ഉണ്ടാക്കിയാൽ പോലും നാട്ടുകാരറിയില്ല. ഈ 25 ഏക്കറിന്റെ ഉള്ളില് ഞാനും ജെസിയും ഈ ലക്ഷ്മി മാത്രം. തുടരുതന്നെ.
തൊട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇവിടെ കിടന്ന് ചാവും ഞാൻ. എന്തിനാ ഗംഗേട്ട ആ കുട്ടിയെ പേടിപ്പിക്കണത്? ഇതൊക്കെ ഈ ഗംഗേട്ടന്റെ ഓരോ തമാശയാ. ഗംഗേട്ടൻ പോ അപ്പുറത്ത്. ലക്ഷ്മി കുളിച്ച് റെഡിയായി പോട്ടെ. ചെല്ലേ. ഓ, നിങ്ങള് പെണ്ണുങ്ങള് തമ്മിൽ ചേർന്നപ്പോ ഈ ഉള്ളവൻ ഔട്ട്. അയാള് നിങ്ങളുടെ ഭർത്താവല്ലേ? എന്റെയും ഭർത്താവാണ്. ഞാനിവിടെ ഉള്ളപ്പോ ലക്ഷ്മി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ രസം. ദാ ഈ കാപ്പ് കുടിക്ക്. എന്നിട്ട് കുളിച്ച് വേഷം മാറി വേഗം സ്ഥലം വിട്. എങ്ങനെയുണ്ട്? കയ്പുണ്ടോ? എനിക്ക് കാപ്പിക്ക് ഇത്തിരി കടുപ്പം കൂടുതൽ വേണം. അയാൾ വരണത് ഞാൻ കണ്ടു. കുളിക്കുമ്പോ ഞാൻ ആകെ തളരാൻ തുടങ്ങി. തല തോർത്തിയതും ഡ്രസ്സ് മാറിയതും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓർമ്മ കിട്ടണത് ഈ വീട്ടിൽ വെച്ചാ. അതിനിടയിൽ ആരൊക്കെ എന്റെ അടുത്ത് വന്നുപോയി. നിങ്ങളുടെ ഏട്ടന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോ ശരിക്കും ഓർമ്മയുണ്ട്. അയാൾ എന്നെ നായിന്റെ പോനെ ആ പെണ്ണ് രഘുവിന്റെ ബംഗ്ലാവ് ചെന്ന് പെട്ടിരിക്കുന്നു. എന്താണത്? ഏത് പെണ്ണ്? ഏത് പെണ്ണെന്നോ? സൗന്ദര്യലക്ഷ്മി മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ കൊണ്ടുപോയി കുടിക്കൊരു പെണ്ണില്ലേ, ആ പെണ്ണ്. അവളോ? അവളെങ്ങനെ അവിടെ എത്തി? അത് തന്നെയാ ഞാനും ചോദിക്കണേ. ഹേയ്, താൻ ചൂടാവാതെ സമാധാനിക്ക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാലോ. രാമാ, എടോ, അന്ന് ആ പെണ്ണിനെ എവിടെ കൊണ്ടിട്ടത്? എന്താ മരിച്ചു സാർ? മരിച്ചിട്ടൊന്നുമില്ല. എവിടെ കൊണ്ടിട്ടത്? നെല്ലിയാമ്പലയില്. അതെന്തിനാ അവിടേക്ക് കൊണ്ടുപോയത്? സാറല്ലേ പറഞ്ഞേ ഇത്തിരി ദൂരത്ത് കൊണ്ടിടണോന്ന്. കുഴപ്പമായോ സാർ? കുഴപ്പമൊന്നുമില്ല, താൻ പോയിക്കോളാ. ശരിയാടോ, നെല്ലിയാമ്പതിയിലാ കൊണ്ടുപോയിട്ടത്. ഒരു സംശയം ഉണ്ടായിരുന്നേ, തട്ടിപ്പോവെന്ന്. മറ്റേ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണുണ്ടായിരുന്നേ, അതുകൊണ്ട് അത്തിരി ദൂരെ കൊണ്ടിട്ടോളാൻ പറഞ്ഞത്. ഈശ്വരാ, ഞാനിനി എന്ത് ചെയ്യും? അവനെ എങ്ങനെ അഭിമുഖീകരിക്കും? എന്റെ അമ്മയുടെയും മാലുവിന്റെയും കുട്ടികളുടെയും മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? എല്ലാത്തിനും താനാണ് കാരണക്കാരൻ. ഈ ഒരു ഏർപ്പാടിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞതല്ലേ? എന്നെ മദ്യപിപ്പിച്ച് വിവേകം കെടുത്തി, പ്രലോഭിപ്പിച്ച് പരിഹസിച്ച്. ഓ, ഞാനത് ചെയ്തു പോയല്ലോ ഈശ്വര. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോടാ? എന്നാ എണ്ണീറ്റ് വാ. എന്ത് അസുഖം ഉണ്ടേലും നീ ഇങ്ങനെ കിടക്കാറില്ലല്ലോ. എണ്ണീറ്റ് വാടാ. അമ്മയൊന്ന് പോകാമോ? ഞാൻ ഇത്തിരി മനസമാധാനായിട്ട് കിടന്നോട്ടെ. എന്താ നിനക്കിപ്പോ മനസമാനക്കേട്? എന്താടാ? ഒന്നുമില്ല. ഓ, ലേഖ പിണങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാ? അതൊന്നും അല്ലമ്മേ. മനുഷ്യനായ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? പറയേണ്ടതാണെങ്കിൽ പറയും. എനിക്കിത്തിരി സ്വൈരന്താ. എന്താ, പേടിച്ചു പോയോ? എന്താ സുഖമില്ലെന്ന് പറഞ്ഞേ? ആര് പറഞ്ഞു? എനിക്ക് കണ്ടാൽ അറിഞ്ഞൂടെ? രവി പറഞ്ഞു ഏട്ടന് തലവേദനയാന്ന്. അതല്ല, ഹരിയേട്ടന്റെ മനസ്സില് എന്തോ വിഷമമുണ്ട്. എന്ത് വിഷമം? വിഷമമൊന്നുമില്ല. എന്നോട് നുണ പറയണ്ട. 16 വർഷമായില്ലേ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഈ മുഖം ഒന്ന് മങ്ങിയാല് എനിക്കറിയാം.
രഘുവായിട്ട് വഴക്കുണ്ടായോ? എനിക്ക് തോന്നി അവനും തലവേദനയാന്ന് പറഞ്ഞ് കിടക്ക. ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. ആ സ്ത്രീ പോയിട്ടില്ല അല്ലേ? ഇതൊരു വിനയായി തീരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞതാ. അവൾ എന്താ പറയണേ? ഞാനൊന്നും ചോദിച്ചില്ല. കണ്ട തേവടിച്ചികളെ കൊണ്ട് പാർപ്പിച്ച് സംരക്ഷിച്ചിട്ട് ഇനി അവരെന്തൊക്കെയാ പറയണേ, ഏതൊക്കെയാ പറയണേന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തും പറയാൻ മടിക്കുവോ? പിടിച്ചിറക്കി വിടായിരുന്നില്ലേ അവളെ? മലു, അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഒരു സ്ത്രീയെ ഞാൻ അവിടെ ചെന്ന് ബലായിട്ട് പിടിച്ചിറക്കി വിട്ടാൽ ആളുകൾ എന്തൊക്കെ പറയും? പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ അവിടെ പാട്ടായിട്ടുണ്ട്. മംഗലത്ത് ഗോവിന്ദമേനോന്റെ മകൻ ഒരു കീപ്പിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് പാലക്കാട് ഒറ്റപ്പാലത്തും അറിയാൻ എത്ര സമയം വേണം? അമ്മായി ലേഖയൊക്കെ ഇതറിഞ്ഞ എനിക്കൊന്നും അറിയില്ല എന്റെ ഈശ്വര. സഹായിക്കേണ്ടവരെ സഹായിക്കണം. പക്ഷെ സ്വന്തം മാനാഭിമാനങ്ങൾ മറന്ന് ഇവൻ എന്തിനാ അവളെ സഹായിക്കണേന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും അതാ മനസ്സിലാകാത്തത്. ഇത് വെറും സഹായമൊന്നുമല്ല. അവനവളെ മുഴുവൻ പറയടാ. അവനവളെ കൂടെ താമസിപ്പിക്കാൻ തന്നെയാ തീരുമാനിച്ചേക്കണേ. അമ്മേ, ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ രഘു അങ്ങനെ ചെയ്യുവോ? പിന്നെ എന്തിനാടി അവൻ അവളെ അവിടെ താമസിപ്പിച്ചേക്കണേ? രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം എന്താടാ? എന്നോടൊന്ന് തുറന്നു പറ. അമ്മേ, കരഞ്ഞു വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. സത്യം അസത്യം ഒന്നും അന്വേഷിക്കണ്ട. നമുക്കിത് ആരും അറിയാതെ ഒതുക്കി തീർക്കാം. ഇല്ല, അങ്ങനെ ഒതുക്കിയാ തീരുമൊന്നുമില്ല. പിന്നെ എന്താടാ നീ വിചാരിച്ചേക്കണേ? കൂടെ പൊറപ്പിക്കാമെന്നോ? ഇരു ചെവി അറിയാണ്ട് ആസത്തിനെ പറഞ്ഞു വിട്ടില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് സാധിച്ചു ഒന്നും വരില്ല. എന്തുകൊണ്ട്? പറയടാ, എന്തുകൊണ്ട് പറ്റില്ല? എടാ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു കേട്ടോടാ. ഇവൻ എങ്ങനെ ഈ കുടിക്ക് ചെന്ന് പെട്ടു? എന്താ അവിടെ പ്രശ്നം അമ്മേ? നമ്മുടെ കുടുംബത്തിന്റെ മാനം മുഴുവൻ തകരാടാ. അതിന് മാത്രം എന്താ സംഭവിച്ചവിടെ? അമ്മ വന്നേ, വരൂ. ഏട്ടാ, എന്താ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും അറിയില്ല.